ബേസിൽ അലക്സാണ്ടർ. എൻ്റെ ഏജ് എന്ന് പറയുന്നത് 61. ഞാൻ വിവിധ തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് SSLC പഠനകാലം കടലിൽ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കുടുംബത്തുണ്ടായിരുന്ന വാഹനത്തിൽ കടലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നത്തെ മത്സ്യബന്ധന രീതിയും ഇന്നത്തെ മത്സ്യബന്ധന രീതിയും ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പറ്റില്ല. കാരണം അന്ന് യന്ത്രവൽകൃതമില്ല. അന്ന് മത്സ്യത്തൊഴിലാളികളുടെ പ്രയത്നത്താൽ മാൻ പവർ ഉപയോഗിച്ചാണ് അന്ന് മത്സ്യമേഖല പ്രവർത്തിക്കുന്നത്. ഈ നമ്മൾ കാണുന്ന ഈ നമ്മുടെ തൊട്ടടുത്ത് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരു 5-10 മീറ്റർ അപ്പുറം ഇപ്പോൾ കടലാണ്. പക്ഷെ എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ഈ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന സമയത്തൊക്കെ ഇവിടെ ഏതാണ്ട് ഒരു 500-600 മീറ്റർ ഉള്ളിലോട്ട് നടന്ന് നമുക്ക് പോയിട്ട് വേണം തിരയൊടിയുന്നിടത്തോട്ട് എത്താൻ. അപ്പൊ ഇത് കടലിനും പ്രകൃതിക്കും സംഭവിച്ചൊരു മാറ്റമാണ്. ഈ യന്ത്രവൽകൃത മത്സ്യബന്ധനം വന്നപ്പോഴത്തേക്ക് ഈ മത്സ്യസമ്പത്തിന്റെ ആവാസം തന്നെ തീരത്താകമാനം ആദ്യകാലങ്ങളിൽ മാൻ പവർ കൊണ്ട് മത്സ്യബന്ധനം നടത്തി അന്ന് കിട്ടിക്കൊണ്ടിരുന്ന മത്സ്യസമ്പത്ത് മുഴുവനും ഇന്ന് കിട്ടുന്നില്ല. കാരണം അന്ന് ഈ വള്ളങ്ങള് 10-25 ആള് ചേർന്ന് വള്ളം തണ്ടും വങ്കായം ഉപയോഗിച്ചാണ് മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ ഈ തീരദേശ മേഖല ഏതാണ്ട് 2-3 കിലോമീറ്റർ ഈ കമ്പനിയുടെ പരിസരം തൊട്ടങ്ങ് കരുത്തുറ പള്ളിയുടെ പരിസരം വരെ എന്ന് പറയുന്നത് മത്സ്യബന്ധനം കഴിഞ്ഞ് ഈ തീരത്ത് തന്നെയാണ് തിരിച്ചു വള്ളങ്ങൾ മീനുമായിട്ട് അടുക്കുന്നതും കച്ചവടം നടക്കുന്നതും. എൻ്റെ പേര് കാർമൽ മേരി. വയസ്സ് 65 കഴിഞ്ഞ് 66 കയറി. മത്സ്യബന്ധനമായിട്ട് എൻ്റെ പപ്പ, എൻ്റെ സഹോദരങ്ങള് എല്ലാം ഈ കടലിൽ കൊണ്ട് ജീവിച്ചവരാണ്. അന്ന് ഞങ്ങളെല്ലാം കുഞ്ഞായിരുന്നു. ഏതാണ്ട് 4-5 പഠിക്കുമ്പോഴും മുതലും കുഞ്ഞിലേ തന്നെ പപ്പാമാരൊക്കെ പോവുമായിരുന്നു. അപ്പൊ അവര് ഒരു 8 മണിയാകുമ്പോൾ വള്ളം നിറയെ മീനും പല തരത്തിലുള്ള മീനുകൾ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ട് വിദേശത്തുനിന്നും നമ്മുടെ ഈ അടുത്ത പ്രദേശത്തു നിന്നൊക്കെ കച്ചവടക്കാർ വന്ന് അത് ലേലം ചെയ്ത് കൊണ്ടുപോകുന്നവരെയും ഞങ്ങൾ അവിടെ ഉണ്ട്. സ്കൂളിൽ പോകാൻ സമയം അന്നൊക്കെ അത്ര രാവിലെ ഒന്നും പോകണ്ട, ട്യൂഷനും കാര്യമൊന്നും ഇല്ലല്ലോ. ആ മീനെല്ലാം ഈ ഇങ്ങനെ ആളുകൾ വന്ന് കച്ചവടം ചെയ്ത് എല്ലാവരും ലേലം വിളിച്ചൊക്കെ കൊണ്ടുപോകും. അതിനുശേഷമാണ് ഞങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് കുളിച്ച് സ്കൂളുകളിൽ പോകുന്നത്. അടുത്ത സ്കൂളുണ്ട്, സെന്റ് ജോസഫ് സ്കൂളുണ്ട്, അവിടെയൊക്കെ പോകുന്നത്. നല്ല ഒരു കാലാവസ്ഥയായിരുന്നു അന്ന്, നല്ലൊരു കാലവുമായിരുന്നു. പക്ഷെ അന്ന് വിദ്യാഭ്യാസം കുറവെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സൗഹൃദങ്ങളും സ്നേഹവും അതുപോലെ തന്നെ എല്ലാം കാണാനും പരസ്പരം അറിയാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുവയ്ക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം അന്നത്തെ ഉണ്ടായിരുന്നു. നല്ല കാലാവസ്ഥ. ഇപ്പൊ ചൂട് കൂടുതല്. അന്ന് നമുക്ക് ഇത്രയും നമുക്ക് കടപ്പുറത്തൊക്കെ വന്നിരുന്ന എന്ത് നല്ല ഇതായിരുന്നു. ഈ സമയത്തൊക്കെ നമുക്ക് ഇവിടെയൊക്കെ വന്നിരുന്ന നല്ല കാറ്റാ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ അവിടെ ഇരിക്കാൻ ഒക്കുവോ? കാറ്റുണ്ട്, പക്ഷെ അവിടെ ഇരിക്കാൻ ഒക്കുവോ? ഈ ചൂട് അവിടെ അവര് കടലിലാകുമ്പോ അത്രയും അറിയത്തില്ലല്ലോ, കാറ്റൊക്കെ വരുന്നത് കൊണ്ട് അങ്ങനെ അറിയത്തില്ല. അതിനെപ്പറ്റി അത്രയൊക്കെ അറിയുള്ളൂ. ചൂടിന് മീൻ കിട്ടാൻ ചൂട് മീനായിരിക്കും. ഇപ്പൊ ആ പഴയ മീനിന്റെ ടേസ്റ്റുകളെ ഇപ്പോഴില്ല. അത് ഈ വെള്ളത്തിന്റെ ഇത് വെച്ചായിരിക്കും, ചൂട് വെള്ളത്തിന്റെ ഇത് വെച്ചായിരിക്കും. ആ മീനും കാണാനില്ല. അന്നൊക്കെ ഈ പാച്ചുവല എന്ന് മുൻപ് പറഞ്ഞതുപോലെ ആളുകൾ പറയുന്നില്ല, പാച്ചുവല അതങ്ങോട്ട് നീട്ടിയിട്ടോണ്ട് മീൻ പിടിച്ചോണ്ട് വരുന്ന ഫ്രഷ് ആയിട്ടുള്ള മീനാ. തെരണ്ടിയൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ കിടന്ന് പിടയ്ക്കും. അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് കണ്ടിച്ച് കറിയൊക്കെ വെച്ചാൽ തെരണ്ടി കുത്തുന്നവർക്ക് തെരണ്ടിക്ക് ഒരു മുള്ളുണ്ട് പുറത്ത്, അത് കുത്തി പലർക്കും പരിക്കേറ്റിട്ടുണ്ട്, സീരിയസ് ആയിട്ട് കിടന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഫാമിലിയിൽ ഒരാൾ കിടന്നിട്ടുണ്ട്. പിന്നെ അത് ഓപ്പറേഷനൊക്കെ ചെയ്ത് മാറ്റി അതിന്റെ ഞോളയും അത് ഇതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് ഏതാണ്ട് 6-7 മാസം കഴിഞ്ഞാണ് ആ മനുഷ്യൻ പിന്നെ ജോലിക്ക് പോകാൻ പറ്റിയത്. എന്ന് വെച്ചാൽ പിടയ്ക്കുന്ന മീൻ ജീവനോട് കൊണ്ടുവന്നാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അവിടെ നിന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ബോട്ടുകാരൊക്കെ കൊണ്ടുവരുന്ന 3-4 ദിവസം കഴിഞ്ഞ് ഫ്രീസറിലൊക്കെ അവിടെ മീനിട്ട് അതിനെയാ കൊണ്ടുവന്ന് വിൽക്കുന്നത്. കറി വെച്ചാലും ഒരു രസമില്ല, ടേസ്റ്റ് കുറവാണ്. പേര് ഡാനിയൽ ഫ്രാൻസിസ്. വയസ്സ് 71-72. അതൊന്നും എനിക്ക് കണക്കൊന്നും കറക്റ്റായിട്ട് നമ്മൾ കുറിച്ച് വയ്ക്കാറില്ല. കടലിൽ ഏതാണ്ട് ഞാൻ 9 വയസ്സ് മുതൽ ഞാൻ കടലിലെ പണിക്ക് എല്ലാം പോകും.
കാര്യം കാല് വയ്യാത്ത ആളുവാ, എന്നാലും പോകും, എല്ലാ പണിക്കും പോകും, കടവള്ളത്തിൽ പോകും, ബോട്ടിൽ പോകും, വേവ് വെള്ളം ഉണ്ട്, ഇതെല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ആ കാലം മുതൽ ഉള്ള ജീവി പറയാം. ഞാൻ ഇവിടെ നിന്ന് കടലിലോട്ട് പോകണമെങ്കിൽ 4 കുഴി പിടിക്കണം, കടപ്പുറത്ത് ചെല്ലണം, ഈ വെള്ളം കടൽ വരുന്ന തിരമാല വരുന്ന സ്ഥലത്ത്. ഇപ്പം ഈ പാറ കിടക്കുന്നതിൻ്റെ ഇത്രയും ദൂരത്തിന് കാണും മണ്ണ, കരിമണ്ണ. ആ കരിമണ്ണ് മൊത്തം ഇല്ല. ഈ കയ്യാറി കമ്പിക്കാർ മുമ്പ് സായിപ്പന്മാരുണ്ടാകുമ്പോൾ കുറച്ചേ ഉള്ളൂ തോണ്ടുവത്ര. അവർ അരി കൊണ്ട് കോരി കുറച്ച് കുഴിയെടുത്താൽ വണ്ടി കയറ്റിക്കൊണ്ട് മുറം കൊണ്ടൊക്കെ, അന്നൊക്കെ മുറം കൊണ്ടൊക്കെ പാറ്റിയൊക്കെ വെള്ളക്കാർ കയറ്റി വിടുന്നത്. പിന്നെ അയ്യാറി വന്നതിന് ശേഷമാണ് ഈ കരയെല്ലാം അങ്ങോട്ട് പോകാൻ തുടങ്ങി. പിന്നെ ഈ സാമ്പത്തിക മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളി കൊടും പട്ടിണിയിലായി ലാശ്. പിന്നെ എന്ത് പണിക്ക് പോകും? ഇവിടെ ഉള്ളവരന്ന് ബോട്ടിലൊന്നും അന്നൊന്നും ബോട്ടില്ല. ബോട്ടൊന്നും തുച്ഛമായ ബോട്ടുകൾ ഈ കൈ കൊണ്ട് പിടിക്കുന്ന കമ്പ ബോട്ടേ ഉള്ളു. ഇന്നത്തെ പോലെ ടള്ളിൻ റോപ്പൊന്നുമല്ല, ചകിരിയുടെ കമ്പായ ബോട്ടിൽ പോകുന്നത്. അത് പോയി അതിൽ അന്നന്ന് പോകും. രാവിലെ പോയി 2 വല 3 വല നേരത്തേക്ക് 12 മണിയാകുമ്പോൾ വീട്ടിലും വരാം. അന്ന് കഞ്ഞി വയ്ക്കത്തില്ല ബോട്ടിൽ. പിന്നെ ചില ബോട്ടുകളിലൊക്കെ അരി ഒക്കെ വെക്കും, ചൂട്ടടുപ്പുണ്ട്. അന്നത്തെ ഈ ഗ്യാസില്ല, അന്നത്തെ ഈ നമ്മുടെ മറ്റേ സ്റ്റൗ ഇല്ല. പഴയ കാലത്ത് ചൂട്ടടുപ്പ് കൊണ്ടാണ് അവർ ഒരു സ്ഥലത്ത് വെച്ച് കഞ്ഞിയും കറിയൊക്കെ വെച്ച് ഉച്ചയ്ക്ക് ഒരിച്ചിരി ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് കര വരുമല്ലോ, 12 മണി 1 മണിക്ക് മുമ്പ് പണി തീരും. അങ്ങനത്തെ പണിക്കൊക്കെ പോകുന്നവരായിരുന്നു. പൈസയും ഉണ്ടെന്ന് കിട്ടുന്ന കാശ് മുതലാണ്. ഇന്നത്തെ കാലത്ത് ഒരാളിന് ജോലി ചെയ്യാൻ പോയി 1000 രൂപ കിട്ടിയാൽ വീട്ടിൽ പട്ടിണി കിടക്കേണ്ടി വരും. ഒരു 2-3 മക്കളുള്ള വീട്ടിൽ അതുകൊണ്ട് മുഴുക്കത്തില്ല. ഈ സാധനത്തിൻ്റെ വില ആ സൈസാണ്. സർക്കാർ പറയും ഞങ്ങൾ കയറിയപ്പോൾ ഇത്ര രൂപ വീതം കൊടുത്തിട്ടുണ്ടല്ലോ, മറ്റേ അതിങ്ങനെ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ ഉണ്ട്. ഞാൻ ബോട്ടിൽ പോവാക്കൾ നിർത്തുന്ന സമയത്ത് 100 ലിറ്റർ ഡീസലിന് 550 രൂപയുള്ളായിരുന്നു. അല്ല 5500. അല്ല, അന്നത്തെ കാലത്തില്ലായിരുന്നു, പഴയ കാലത്തല്ല. ഇപ്പം ബോട്ടിപ്പോക്ക് നിർത്തിയപ്പോൾ 5500 രൂപയുള്ളായിരുന്നു. ഇപ്പം 10000 രൂപയുണ്ട് 100 ലിറ്റർ ഡീസൽ വേണമെങ്കിൽ. ഇപ്പം എന്ത് വില ഉണ്ടോ? അപ്പം അത്രയും വില കൂടി. ഞാൻ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ 5 വർഷമേ ഉള്ളായത് പണി നിർത്തിയിട്ട്. അതുവരെ 65 വയസ്സ് വരെ പോയിട്ടുണ്ട്. 65-66 വയസ്സ് വരെ പണി. എൻ്റെ പേര് ജോസഫ് ജെറോൺ, വയസ്സ് 58. ഞാൻ 15 വയസ്സിൽ പോകാൻ തുടങ്ങിയതാണ്, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഏറ്റവും ആദ്യമേ ഇവിടെ കടപ്പുറത്ത് ഇവിടെ കമ്പാവല വിടുന്ന മേവള്ളം എന്നും പറഞ്ഞൊരു വള്ളം, കമ്പാവല വിട്ട് കഴിഞ്ഞിട്ട് കമ്പാവലയുടെ പുറവ് പോകുന്നൊരു വള്ളമുണ്ട്. ആ വള്ളത്തിലാണ് ഞാൻ ആദ്യമായിട്ട് കടലിൽ പോകുന്നത്. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പാറയില്ല, അല്ലാതെ തന്നെ കരയാണ്. കരയെന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് കരയുണ്ട്. നമുക്ക് ഇപ്പം ഈ കിടക്കുന്നതിനേക്കാളും ഇത്രയും ഇതിൻ്റെ പകുതിയും കൂടെ കരയുണ്ടായിരുന്നു. അന്ന് ഈ കടൽ കയറിയൊക്കെ ഈ ഖനനം വന്നതിന് ശേഷം കടൽ കയറിയൊക്കെയാണ് പോയേക്കുന്നത്. പിന്നെ നമ്മൾ കൊച്ചുവള്ളത്തിൽ പോകാൻ തുടങ്ങി, പിന്നെ വലിയ വള്ളത്തിൽ പോകാൻ തുടങ്ങി, പിന്നെ ബോട്ടിൽ പോകാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഒരേ ഘട്ടം ഇങ്ങനെ ആണ് നമ്മൾ. ഇപ്പം നമ്മൾ ആദ്യമേ പോകുന്ന ഡെക്കാൻഡാട്ട ഒന്നും പോകുന്നത് ബോട്ടിൽ തന്നെ. ഡെക്കാൻഡാട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ അന്നേരം നമ്മൾ ആദ്യമേ അവർ ബോട്ടിൽ ചെന്ന ഉടനെ നമ്മളെ കൊണ്ട് സ്റ്റൗ കത്തിക്കത്തേ ഉള്ളവർ. സ്റ്റൗ കത്തിക്കും, കഞ്ഞി വയ്ക്കാൻ. ഞാൻ പോകുന്ന സമയത്ത് ഈ നമ്മൾ പമ്പ് ചെയ്തടിക്കുന്ന സ്റ്റൗ ഉണ്ട്, ഡീസൽ ഒഴിച്ച് കത്തിക്കുന്ന സ്റ്റൗ ഉണ്ട്. അതിനകത്താണ് അതാണ് നമ്മളെ കൊണ്ട് ആദ്യമേ ചെയ്യിക്കുന്നത്. അന്ന് പിന്നെ ഈ വലപ്പണി എന്നും പറഞ്ഞ ഒരു പണിയുണ്ട്. വലപ്പണി അറിയാൻ മേത്തവരെ കൊണ്ടുപോകത്തില്ല അന്ന്. അത് ഈ നമ്മുടെ വലയ്ക്ക് കംപ്ലൈൻറ്റ് വന്നാൽ അത് റിപ്പയർ ചെയ്യാനായിട്ട് അറിയാൻ വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അവരന്ന് കൊണ്ടുപോകത്തില്ല. അന്നെന്ന് പറഞ്ഞാൽ ജനമുണ്ട് ബോട്ടിൽ പോകാനായിട്ട് ഇഷ്ടം പോലെ. ഇന്ന് നമ്മുടെ ഈ തലമുറകൾ ആരും ഇപ്പം ഇല്ലല്ലോ. അത് കണക്ക് തന്നെ അന്ന് നമ്മൾ ഈ ഇവിടെ കമ്പാവല വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പച്ച മീൻ കിട്ടും. രാവിലെ തന്നെ വല വിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും മീൻ കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് ഫ്രഷായിട്ട് കൊണ്ടുപോയി വെട്ടി കറിയൊക്കെ വെച്ച് കഴിക്കുകയൊക്കെ ചെയ്യാം അന്നത്തെ കാലത്ത്. ഇപ്പം ഈ ഖനനം വന്നതിന് ശേഷം ഈ കരയെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് കണക്ക് തന്നെ കടൽ എന്ന് പറയുന്നത് ഇപ്പം ഈ ആദ്യമത്തെ വലയെന്നൊക്കെ പറയുന്ന നൂല് വലയായിരുന്നു, കോട്ടൺ നൂലിൻ്റെ പണ്ട്. ഇപ്പോഴാണ് ഈ ടെർലിൻ വലയൊക്കെ വന്ന് തുടങ്ങിയത്. ഇപ്പം ടെർലിൻ വല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വല ഒരേന്ന് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് മാറി വരികയാണ്. ഇപ്പം ഇവിടെ ഈ കടലിലെന്ന് പറഞ്ഞാൽ ഗുജറാത്തി വലയെന്നും പറഞ്ഞൊരു വല ഇറങ്ങിയിട്ടുണ്ട്. അത് അവർ ഈ നൈറ്റ് ഫിഷിംഗ് ആണ് ചെയ്യുന്നത്. അവർ ഈ നൈറ്റ് ഫിഷിംഗ് ചെയ്യുന്നത് കൊണ്ട് ഈ മറ്റുള്ള മത്സ്യങ്ങളൊന്നും
കടലിൽ തങ്ങുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ കപ്പക്കാർ പടിഞ്ഞാറൻ കടലിൽ ഈ നമ്മുടെ ഈ കടലിലെന്ന് പറയുന്നത് ഈ എല്ലാ 365 ദിവസവും പണിയാണ്. ഒരു ദിവസം പോലും കടലിന് ഒരു റെസ്റ്റ് ഇല്ല ഈ കേരളക്കടലിൽ. അതാണ് ഈ 2 മാസം പൂട്ടിയിടുമ്പോഴും പിന്നെ ഉൾക്കടലിൽ കപ്പൽ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് മെർലിൻ. ഞാനിവിടെ ചവറ പഞ്ചായത്തിലെ കരുത്തറ വാർഡിലെ കുടുംബശ്രീയുടെ വൈസ് ചെയർപേഴ്സൺ ആണ്. തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ മേറ്റും കൂടിയാണ്. എൻ്റെ പേര് ഷേർലി. ഞാൻ തൊഴിലാളി. ഇപ്പം ഞങ്ങൾ ഈ കാറ്റാടി വെച്ചതിൻ്റെ ഉദ്ദേശം കുഞ്ഞു തൈയായിരുന്നു അന്ന്. അപ്പം അത് IREയും NRGS മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വെച്ചതാണ്. ഞങ്ങളുടെ വാർഡിൽ തൊഴിൽ ഇല്ല, വളരെ കുറവാണ്. അപ്പം നമ്മൾ പലരുടെ അടുത്തും ചെന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ കാറ്റാടിയുടെ കുഞ്ഞു തൈകളാണ് കിട്ടിയത്. ഞങ്ങളത് വെള്ളം ഒഴിച്ച് പരിപാലിച്ച് ഈ രീതിയിലാക്കി എടുത്താണ്. അപ്പം ഞങ്ങളുടെ കടലിനെ സംരക്ഷിക്കുക, തീരത്ത് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് IRE ഖനനം ചെയ്ത ഭൂമിയാണ്. അപ്പം അവർ തിരിച്ച് അത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പം കടൽ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി കടൽ തീരത്ത് ഇത് വെച്ച് പിടിപ്പിച്ച കണ്ടൽ കാടിന് പരമായിട്ട് കാറ്റാടി വെച്ച് പിടിച്ച ഇപ്പം ഞങ്ങൾ തെങ്ങും പറങ്കിമാവിൻ്റെ തൈകളും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് അപ്പുറത്തെ സൈഡിലും വെച്ചിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ ഞങ്ങൾക്ക് IRE ഖനനം ചെയ്ത് കടൽ തീരത്ത് അങ്ങറ്റം പള്ളി വരെയുള്ള സ്ഥലം ഇങ്ങനെ വെക്കാനായിട്ട് അവർ ഡ്രഡ്ജ് ചെയ്ത് സ്ഥലം തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം ഇത് വെച്ച് ഇനി ഇത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഹരിത മിഷനുമായിട്ട് ചേർന്ന് ഹരിത മിഷനും IRE ചവറ പഞ്ചായത്തിന്റെ NRGS ഇത് പഞ്ചായത്തുമായിട്ട് ചേർന്നാണ് ഇതിപ്പം ഞങ്ങൾ നടന്നുകൊണ്ട് പോകുന്നത്. ഇത് സെന്റിന്റെ ഭാഗമായിട്ട്, അങ്ങനെ സെന്റ് അല്ല, IRE ഡ്രഡ്ജ് ചെയ്ത് കടൽ തീരം തരുന്നത്. IRE മുതൽ പള്ളി വരെ ഉള്ള അത്ര സ്ഥലമായിട്ട് ഇതെല്ലാം ഡ്രഡ്ജ് ചെയ്തിട്ട് അവർ ഫില്ല് ചെയ്ത് തരുന്ന സ്ഥലത്ത് നമ്മൾ ഇതങ്ങ് വെച്ചോണ്ടിരിക്കുന്നത്. ഇത് വെക്കുന്നോണ്ടുള്ളവരെ കാറ്റിനെ ശ്രമിക്കാം. കാറ്റ്, കടലിൽ നിന്ന് വരുന്ന കാറ്റ് പരിസരത്തുള്ള താമസക്കാർക്കാണെങ്കിൽ കൂടുതലായിട്ട് അവർക്കത് സംരക്ഷിക്കാൻ പറ്റും. പിന്നെ കടൽ കയറുന്നതിന് ഒരുപാട് സഹായമാണ്, തടയാനായിട്ട് വളരെ സഹായമാണ്. ഇത് നട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 5 ദിവസം വെള്ളം ഒഴിക്കുമ്പോൾ 1 ദിവസത്തെ കൂലി നമ്മുടെ തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് ചേർത്ത് 1 ദിവസത്തെ കൂലി 5 ദിവസം രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചതിന് ഫലമായിട്ട് ഇവർക്ക് കിട്ടിയത്. അങ്ങനെ ഒഴിക്കുമ്പോൾ ഒരൊറ്റ ദിവസത്തെ കൂലിയേ കിട്ടിയിട്ടുള്ളൂ. എല്ലാം ഞങ്ങൾ തന്നെയാണ് നടുന്നതും. എല്ലാവരും ഇത് പിന്നെ കുഴിച്ച് വേലി കെട്ടി സൈഡെല്ലാം പോകാതിരിക്കാൻ വേലി കെട്ടി കുഴിച്ച് പരിപാലിച്ച് ഈ പരിവാക്കി എടുത്ത ഇത് റൊട്ടേറ്റ് ചെയ്ത് ആദ്യം നമ്മൾ പിന്നെ 15 പേർക്ക് കൊടുത്ത് പിന്നെയും 15, അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മൊത്തം 65 തൊഴിലാളികളാണ് എല്ലാവരും. എല്ലാ സ്ത്രീകളായിരുന്നു, ഒരു പുരുഷനുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ വർക്കിലുണ്ട്. ബാക്കി എല്ലാ സ്ത്രീകൾ തന്നെയാണ്. ഇവിടെ ഇതുവരെ ജീവിതത്തിൽ 100 പണി കിട്ടിയിട്ടേ ഇല്ല. കാരണം പിന്നെ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഭൂമി ഇല്ല, ഭൂമി കുറവ്. അതായത് IRE ഡ്രഡ്ജ് ചെയ്ത് അവർ മൈനിങ് ഏരിയ ആക്കി എടുത്തേക്കുന്നുണ്ട്. ഇപ്പൊ അവരുടെ ഇതും പറ്റിയിട്ട് വെച്ചുള്ള ജോലിയൊന്നും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അങ്ങനെ ആവശ്യപ്പെട്ടതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയതാണ് ഈ സ്ഥലം. ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ. സോളമൻ 77 കഴിഞ്ഞ് 78-ാമത്തെ 40 വർഷം മുമ്പ് കടലിൽ പോയി. അത് കഴിഞ്ഞ് എനിക്ക് IRE പണി കിട്ടി, ലോഡിങ്. അങ്ങനെ ആ രീതിയിലായിട്ട് പിന്നെ കടലിൽ പോക്ക് നിർത്തി. ഇടയ്ക്ക് ബോട്ടിലും പോകായിരുന്നു. അന്ന് താങ്ങുള്ള ബോട്ടൊന്നും ഇല്ല, താങ്ങുള്ള കമ്പോലൊക്കെയാ. അത് കഴിഞ്ഞാണ് ബോട്ടൊക്കെ വന്നത്, ഫിഷിങ് ഹാർബറൊക്കെ വരുന്നത്. അങ്ങനെ പിന്നെ ബോട്ടിലും പോയി, മുൻപത്ത് വരെ പോയി. പിന്നെ പിന്നെ ഇവിടെ പോയി നാറുകോലപ്പുറത്ത് മധുരൈ അവിടെയൊക്കെ പോയി ബോട്ടില്. അല്ല, മീൻപിടുത്തം വിട്ട് പിന്നെ ജോലിയില്ലായിരുന്നു. പിന്നെ IRE എടുത്തപ്പോ എനിക്ക് ഇവിടെ ജോലി കിട്ടി, ലോഡിങ്. അത് കഴിഞ്ഞ് വരുന്ന പോർട്ടിലും ഈ മണ്ണ് കപ്പലിൽ കയറ്റുന്ന ജോലി ഉണ്ടായിരുന്നു, അതും ഞാൻ ജോലി ചെയ്തു. ഉണ്ട്, അന്ന് അതേ ഉള്ളു, ബോട്ടൊന്നും ഇല്ല. അന്ന് അയില, മത്തി, താട, പരവ ഒക്കെ കിട്ടും. ഞണ്ട് കേട്ട്, സ്രാവ്, പിന്നെ ഓടമ്പല പോകുമ്പോ തെരണ്ടി, നെമ്മീൻ, ഓടമ്പല പോകുമ്പോഴേ കൊണ്ട് വല നീട്ടിയിട്ടേക്കും, കെട്ടും. അത് വലിയ മീനൊക്കെ കേട്ടോ, പൂന്തി കിട്ടും, സ്രാവ് കിട്ടും, വാച്ചുവല എന്ന് പറയും. അങ്ങനെയൊക്കെ ഉള്ള കാലഘട്ടം ഉണ്ടായിരുന്നു എന്റെ കൊച്ചിലെയാണ്, ചെറുപ്പത്തില്. അന്ന് ഭയങ്കര കടലുണ്ട്,
ഇങ്ങനെ കടൽ വന്ന് ഇന്ന് വള്ളമൊക്കെ താറുണ്ട്, ഞങ്ങൾ നീന്തിയൊക്കെയാ രക്ഷപ്പെടുന്നത്. വിൻസെന്റ് ഫ്രാൻസിസ്, ഇപ്പം 67. കടലിൽ പോകുന്നില്ല ഇപ്പം. പോയിക്കൊണ്ടിരുന്ന് അങ്ങനെ 72 മുതൽ ഇങ്ങോട്ട് 96 വരെ പോയി. 35 വർഷത്തോളം. അന്നെന്ന് പറയുന്നത് നമ്മൾ ഫിഷിങ് ബോട്ടിൽ പോകുമ്പം ട്രോളിംഗ് നിരോധനം ഇല്ല. നമ്മുടെ കരുണാകരൻ സാർ ഇരിക്കുമ്പോഴാണ് ആദ്യത്തെ റോളിംഗ് നിരോധനം വരുന്നത്, 21 ദിവസത്തെ. അത് കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ട് പിന്നെ പരീക്ഷണങ്ങളും പിന്നെ കമ്മീഷണർ അന്വേഷണം വെച്ചിട്ടാണ് പിന്നെ ഇങ്ങോട്ട് തുടർന്ന് വന്ന സർക്കാരുകൾ പിന്നെ നിരോധനം വെച്ചത്. അപ്പം നിരോധനത്തിന് 45 ദിവസം, ആദ്യത്തെ കരുണാകരൻ സാർ ഇരിക്കുമ്പോൾ 21 ദിവസമാണ് റോളിംഗ് നിരോധനം ഉണ്ടായിരുന്നത്. പിന്നെ അത് 1 മാസമായി, പിന്നെ 1.5 മാസമായി, ഇപ്പം 52 ദിവസമാണ് നിലവിൽ. പിന്നെ പഴയതുപോലുള്ള സീസൺ ഒന്നും ഇല്ല ഇപ്പം. അത് അഴി കൂടി തന്നെ പോകും, ഹാർബറിൽ കൂടി, നീണ്ടകര ഹാർബറിൽ. ഒറ്റ ഹാർബറേ ഉള്ളൂ, കായംകുളം ഹാർബറൊന്നും ഇല്ല. അത് ഒറ്റ ഹാർബറേ ഉള്ളൂ, ശക്തികുളങ്ങര ഹാർബർ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ തടി പോട്ടാ. അതിപ്പോൾ വികസിച്ച് ഇരുമ്പായി സ്റ്റീലായി ഇവിടം വരെ എത്തി. ഫൈബർ എന്ന് പറയുന്നത് നമുക്ക് വള്ളമാണത്, ചെറിയ വഞ്ചികൾ. അത് നമുക്ക് പാറയില്ലാത്ത സ്ഥലത്ത് എടുക്കാൻ പറ്റും. അതേസമയം ബോട്ട് 6 ഹാർബറിൽ കൂടിയേ കയറത്തുള്ളൂ. അത് ആദ്യ കാലത്തൊക്കെ ഒറ്റ ദിവസം പോവും, പിന്നെ അത് 2 ദിവസമായി, ഇപ്പൊ ഒരാഴ്ചയൊക്കെ ആവും. ഇപ്പൊ ഇപ്പോഴത്തെ ബോട്ടെന്ന് പറയുന്നത് ഒരാഴ്ചയൊക്കെ കടലിൽ കിടന്ന് പണിയുന്ന ബോട്ടുകളാണ്. അന്ന് കണ്ടമാനം മീൻ കിട്ടുമായിരുന്നു. അത് ദൂരെ പോകണ്ട, നമുക്കൊരു 10 നോട്ടിക്കൽ അകലെ നിൽക്കുമ്പോഴത്തേന് നമുക്ക് മീനിനൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ 90 നോട്ടിക്കല് 100, 120 വരെയൊക്കെ പോകും. ഇപ്പൊ ഇവിടെ എങ്ങും ഒന്നുമില്ല. അതിര് കടന്നു പോകും, ശ്രീലങ്കയിലൊക്കെ പോകും. നമ്മൾ സിലോണിലൊക്കെ അങ്ങ് ഒഴുകി പോകുന്നു പറയുന്നില്ലേ, അങ്ങനെയൊക്കെ പോകുന്ന